ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഈ ആക്രമണം നേരിടേണ്ടി വന്നവരാരൊക്കെയാണ്. അതായത് ഈ കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും രാജ്യത്തെ അറിയിച്ചുകൊണ്ടിരുന്ന വിക്രം മിസ്ത്രി ഈ ജിങ്കോയിസ്റ്റുകൾക്ക് മുന്നിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അണികളെല്ലാം ജിങ്കോയിസ്റ്റുകളാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണല്ലോ. ഈ കാര്യത്തിൽ സർക്കാർ വളരെ പക്വതയോടെയുള്ള നിലപാട് സ്വീകരിച്ചു. സനീഷേ, സർക്കാർ വളരെ പക്വതയോടെ നിലപാട് സ്വീകരിച്ചു. സൈന്യം വളരെ പക്വതയോടെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു. ഒരു പരിധിവരെ മാധ്യമങ്ങളാണ് വല്ലാതെ കയ്യിൽ നിന്ന് പോയത്. ഈ ജിങ്കോയിസ്റ്റുകൾക്കൊപ്പം തുള്ളുകയും ചെയ്തു. അവരെന്നിട്ട് എന്താ ചെയ്തത്? ഈ സംഘർഷം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഈ യുദ്ധക്കൊതിയന്മാർക്ക്. അവർ നേരെ ആക്രമിക്കുന്നത് ഒന്ന് വിക്രം മിസ്ത്രിയാണ്. ഇവിടെ ഐക്യത്തോടെ നീങ്ങണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ അതേ കാര്യം പറഞ്ഞ ഈ ഹിമാൻഷി നർവാളിനെ ക്രൂരമായി ആക്രമിച്ചു സോഷ്യൽ മീഡിയയിൽ. ആരതി രാമചന്ദ്രനെ ക്രൂരമായി ആക്രമിച്ചു സോഷ്യൽ മീഡിയയിൽ. ഈ കക്ഷികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരങ്ക യാത്ര ആരംഭിക്കുന്നത്. അവരെ കൃത്യമായി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നതാണ് BJP നേതൃത്വത്തോട് പറയാനുള്ളത്. ഈ വിക്രം മിസ്ത്രി അല്ല സംഘർഷം പ്രഖ്യാപിക്കുന്നത്, യുദ്ധം പ്രഖ്യാപിക്കുന്നത്, യുദ്ധത്തിന് തീരുമാനിക്കുന്നത്, അവിടേക്ക് ആളെ പറഞ്ഞു വിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് സർക്കാരിൻ്റെ തീരുമാനവും സേനയുടെ തീരുമാനവുമാണെന്ന് അണികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം.